പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തി അവൻ ചിന്തിക്കാത്തതുകൊണ്ട് തന്നെ ആ കുപ്പി അവൻ്റെ കയ്യിൽ നിന്നും വഴുതി താഴേക്ക് വീണ് പൊട്ടിച്ചിതറി. അവൻ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളും അതേ ഞെട്ടലോടെ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എൻ്റെ ആരാടി? അവൻ ദേഷ്യത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചതും അവൾ മറുപടി ഒന്നും പറയാനാകാതെ അവനെ നോക്കി. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, എന്നെ നിയന്ത്രിക്കാൻ വരാൻ നീ എൻ്റെ ആരാണെന്ന്? ഭാര്യയാണോ അതോ കാമുകിയോ? അതുമല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണോ? ആരടി നീ എനിക്ക്? ഞാൻ കുടിക്കുന്നത് കൊണ്ട് നിനക്കെന്താ പ്രശ്നം? എന്നോട് അടുക്കാൻ പോലും നിനക്ക് പേടിയല്ലേ? നീ എന്തിനാ എന്നെ നിയന്ത്രിക്കാൻ വരുന്നത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾക്കതിനൊന്നും ഉത്തരവുണ്ടായിരുന്നില്ല. കണ്ണുനീര് മാത്രമായിരുന്നു അവളുടെ മറുപടി. അത് കണ്ടതും അവൻ അവളെ ബലമായി തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും പോയി. അവൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പോലും പറയാനാകാതെ അവൾ നിന്നു. കുപ്പി പൊട്ടിച്ചിതറുന്ന സൗണ്ട് കേട്ട് വന്ന റയാൻ കാണുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന ചാർലിയെയും കണ്ണുനീരുമായിട്ട് നിൽക്കുന്ന ഷീതുവിനെയുമാണ്. ചേട്ടായി, അവൻ വിളിച്ചതും പോകാൻ പോയ ചാർലി ഒന്ന് നിന്നു. എന്താ ചേട്ടായി ഇതൊക്കെ? എന്തിനാ ഏട്ടത്തിയെ കരയിച്ചത്? ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ ഇവിടെ. അവൻ വിഷമത്തോടെ ചാർലിയോട് ചോദിച്ചു. എന്നാൽ അതിന് ഉത്തരവൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് നടന്നു. അവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ ചേട്ടത്തി, എന്താ പറ്റിയേ? അവൻ അവളോട് ചോദിച്ചതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചേട്ടത്തി ചെല്ല്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ആകുമ്പോൾ എല്ലാം ശരിയാകും. ഞാനല്ലേ പറയുന്നേ, പോയിക്കോ. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. പോകുന്ന വഴിയിൽ ക്രിസ്റ്റിയോ അവളോ പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. അതെ, എനിക്ക് നല്ല തണുക്കുന്നുണ്ട്. ആ AC ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവൾ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് വലിയ മൈൻഡ് കാണിക്കാതെ തന്നെ അവനോട് പറഞ്ഞു. സോറി, മാഡം പറയുന്നതനുസരിച്ച് ഈ കാർ ഓടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ വല്ല ടാക്സിയും പിടിച്ച് പോയാൽ പോരായിരുന്നോ? അവളെ വാശി കയറ്റാൻ എന്ന പോലെ അവനും മറുപടി പറഞ്ഞു. അതിനാരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞാൻ ആരുടെയും കാലുപിടിക്കാൻ വന്നില്ലല്ലോ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ. ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞതാ ആരെയും ഒന്നും അറിയിക്കാതെ എന്നെ അങ്ങ് കൊണ്ടാക്കാൻ. അപ്പോൾ അവന് ചേട്ടായിമാരോട് പറഞ്ഞിട്ട് വന്നാലേ പറ്റുള്ളൂ. അവൾ പുറകിലിരുന്ന് പിറുപിറുക്കാൻ തുടങ്ങി. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ്റെ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി. അവൾ സംശയത്തോടെ നോക്കിയതും അവൻ തൻ്റെ സീറ്റിൻ്റെ സൈഡിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്തേലും വാങ്ങാനാണെന്ന് കരുതി അവൾ ചുറ്റിനും കട നോക്കി. എന്നാൽ ഒരു കട പോയിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ആ വഴിയിലില്ലായിരുന്നു. പിന്നെ എന്തിനായിരിക്കും അവൻ പുറത്തേക്ക് ഇറങ്ങിയതെന്ന് ആലോചിച്ച ആ നിമിഷം അവൻ ബാക്കിലത്തെ ഡോറ് തുറന്ന് അവളുടെ അടുത്തേക്ക് കയറിയിരുന്നു. എന്താ എന്താ സർ കാണിക്കുന്നേ? അവൾ നീങ്ങിയിരുന്നു കൊണ്ട് സംശയത്തോടെ അതിലുപരി കുറച്ച് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ഇതെൻ്റെ കാറാണ്. ഈ കാറിൽ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നിനക്കിതൊന്നും സഹിക്കുന്നില്ലെങ്കിൽ നീ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കുറച്ചു മുമ്പേ എന്തോ പറഞ്ഞിരുന്നല്ലോ മാഡം. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറി മാറി അവസാനം ഡോറിൽ തട്ടി നിന്നു. ഞാനെന്ത് പറഞ്ഞു എന്ന് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അല്ല, മേഡത്തിനെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ മേഡം എന്നെ ക്ഷണിച്ചില്ലെന്നോ കാല് പിടിച്ചില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. അവനത് അവളോട് ചോദിച്ചപ്പോഴാണ് താൻ പിറുപിറുത്തത് അവൻ നന്നായിട്ട് കേട്ടുവെന്ന് അവൾക്ക് മനസ്സിലായത്. അത് അത് പിന്നെ അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ അവൻ്റെ മുൻപിലിരുന്ന് വിൽക്കാൻ തുടങ്ങി. മാത്രമല്ല വേറെന്തോ കൂടി പറഞ്ഞായിരുന്നല്ലോ. അവൻ നെറ്റിയിൽ കൈവച്ച് ആലോചിക്കാൻ തുടങ്ങി. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു. അല്ല, മേഡം പറഞ്ഞു. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുത്തു. കാറ്റ് പോലും കടന്നു വരാത്ത വിധം അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചു. അവൾക്കാണെങ്കിൽ എങ്ങോട്ടിറങ്ങി ഓടണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയായിരുന്നു. ആദ്യമായിട്ടാണ് അവൻ്റെ മുഖം തന്നിലേക്ക് ഇത്ര അടുക്കുന്നത്. അവൻ്റെ ശ്വാസത്തിനോടൊപ്പം മദ്യത്തിൻ്റെ മണവും അവളിലേക്ക് അടിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ ചൊറിയുമെന്നും നീ എന്നെ കയറി മാന്തൂന്നൊക്കെ നീ പറഞ്ഞത് ഞാൻ അറിഞ്ഞല്ലോ. പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ടതും അവൾ ഞെട്ടി. റയാൻ! അവൾ മനസ്സിൽ അവൻ്റെ പേര് സ്മരിച്ചു. എന്താ, നീ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ? അവൻ സംശയത്തോടെ അവളെ നോക്കി പുരികം പൊക്കി. അത് പിന്നെ ഞാനൊരു തമാശയ്ക്ക് അവനെ കൂളാക്കാൻ എന്ന രീതിയിൽ അവൾ പെട്ടെന്ന് അവനെ നോക്കി പറഞ്ഞു. അത് നീ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നിന്നെ ചൊറിയാൻ തന്നെ ഞാനങ്ങ് തീരുമാനിച്ചു. നീ മാന്തുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. അവൻ തൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ് രണ്ടും മുകളിലേക്ക് വെച്ചുകൊണ്ട് അവളെ നോക്കി. അവൻ എന്തിനോ ഉള്ള പുറപ്പാടാണെന്ന് അവൻ്റെ ശരീരഭാഷയിൽ നിന്നും അവൾക്ക് മനസ്സിലായി. സർ, അത് പിന്നെ
അപ്പോൾ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ. അവൾ വീണ്ടും അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്ക് തമാശയൊന്നും തീരെ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ലൈഫിലെല്ലാം സീരിയസ് ആയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ ഓരോ പ്രവൃത്തിയിലും ഞെട്ടി പണ്ടാരം മടങ്ങിയിരിക്കുകയായിരുന്നു അവൾ. അവൻ്റെ കരങ്ങൾ അവൾ ഇട്ടിരുന്ന ടോപ്പിനിടയിൽ കൂടി അവളുടെ നഗ്നമായ വയറിൽ പതിയുന്നത് അവൾ അറിഞ്ഞു. അവൾ തൻ്റെ ഇരു കണ്ണുകളും മുറുക്കി അടച്ചു പിടിച്ചു. കൈകൾ രണ്ടും അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ അലഞ്ഞു നടക്കുകയായിരുന്നു. അവളിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും എക്സ്പ്രഷനും അവൻ നോക്കിയിരുന്നു. അവൻ അവളുടെ കാതിൻ്റെ അടുത്തേക്ക് തൻ്റെ ചുണ്ടുകളെ അടുപ്പിച്ചു. അവളുടെ കൈകൾ ഒന്നുകൂടി അവൻ്റെ ഷർട്ടിൽ മുറുക്കി. അവൻ എന്തോ തന്നോട് പറയാൻ വരികയാണെന്ന് അവൾക്ക് തോന്നി. അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയുണ്ടായി. വല്ലവനും അവകാശപ്പെട്ടതൊന്നും എനിക്ക് വേണ്ട. പെട്ടെന്ന് അവൻ അവളുടെ കാതിൽ അങ്ങനെ പറഞ്ഞതും അവൾ കണ്ണുകൾ രണ്ടും വലിച്ചു തുറന്നു. അവൻ എന്താണ് തന്നോട് പറഞ്ഞതെന്ന് അവൾക്കാദ്യം മനസ്സിലായില്ല. എന്താ? അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവൾ സംശയത്തോടെ യാന്ത്രികമായി ചോദിച്ചു. നീ വല്ലവനും അവകാശപ്പെട്ടതല്ലേ? വല്ലവർക്കും അവകാശപ്പെട്ടത് എനിക്കെന്തിനാ? ഐ ആം സോറി. അതും പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിലുണ്ടായിരുന്ന കൈകളെ വലിച്ചെടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പോൾ ഇച്ചായൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനമില്ല, അതല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ വല്ലവനും അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഇച്ചായൻ എനിക്ക് ആരും അല്ലെന്നല്ലേ അവൾ മനസ്സിൽ ചിന്തിച്ചു. അതെ, അത് തന്നെയാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അവൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചായൻ ആരും അല്ല അല്ലേ? യാന്ത്രികമായി അവൾ അവനോട് ചോദിച്ചു പോയി. നീ എനിക്ക് ആരാകാൻ? എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മകൾ. അതിനപ്പുറം എന്ത് ബന്ധമുണ്ട്? അവൻ പുച്ഛത്തോടെയാണ് അവൾക്കതിന് മറുപടി നൽകിയത്. അപ്പോൾ പിന്നെ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ശരീരത്തിൽ തൊട്ടതെന്തിനാ? സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി. അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വാട്ട് ഡിഡ് യു ആസ്ക് മീ? എന്തിനാണ് നിന്റെ ശരീരത്തിൽ സ്വാതന്ത്ര്യത്തോടെ ഞാൻ തൊട്ടതെന്നോ? അവൻ അതേ ചിരിയോടുകൂടി അവളെ കളിയാക്കുന്നത് പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ട് അവൾ നെറ്റിയൊന്ന് ചുളിച്ചു. ഞാനൊരാണാണ്, എനിക്ക് പലതരത്തിലുള്ള വികാരങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ. ബട്ട് ദെൻ ഐ തിങ്ക് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് എന്തിന് ഞാൻ? അത് ശരിയല്ല. സോ റോങ് ആണെന്ന് തോന്നിയപ്പോൾ ഐ ജസ്റ്റ് ലീവ് ഇറ്റ്. എൻ്റെ പെണ്ണിനെ വേണ്ടേ ഞാൻ തൊടാൻ? അവൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ അങ്ങനെയല്ലേ മിസ് ഋഷിക? അവൻ വീണ്ടും അവളോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. നിറഞ്ഞ കണ്ണുകൾ മാത്രമായിരുന്നു അവളുടെ മറുപടി. അവനോട് എന്തൊക്കെയോ തിരികെ ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ശരീരം അതിന് സമ്മതിച്ചില്ല. നന്നായിട്ട് തന്നെ അവൾക്ക് വയറ് വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരു കൈ കൊണ്ട് വയറ് പൊത്തിപ്പിടിച്ചു. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? അവളൊന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുന്നത് കണ്ടതും അവൻ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു. പ്ലീസ് ലീവ് മീ സർ. സാറിന് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക്. അവൾ ദേഷ്യത്തോടെ അതിലുപരി ദയനീയമായി അവനെ നോക്കി പറഞ്ഞു. നീയല്ലേ പറഞ്ഞത് ഞാൻ ചൊറിയുമ്പോൾ നീ എന്നെ മാന്തുവെന്ന്? നൗ വാട്ട് ഹാപ്പൻഡ്? മാന്താനുള്ള ശക്തി ഇപ്പോൾ ഇല്ലേ? അവളെ വീണ്ടും ചൊടിപ്പിക്കാൻ എന്ന രീതിയിൽ അവൻ ചോദിച്ചു. എനിക്ക് സാറിനോട് ഒന്നും സംസാരിക്കാനില്ല. സാറിന് പറ്റുമെങ്കിൽ എന്നെ കൊണ്ടൊന്ന് വീട്ടിലാക്ക്. അതിന് സാറിന് പറ്റില്ല എന്നാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങും. എൻ്റെ ചേട്ടായിയോ പപ്പയോ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ പുച്ഛത്തോടെ അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഡ്രൈവർ സീറ്റിലേക്ക് കയറി കാറെടുത്തു. എല്ലാവരോടും വാക്കുകൾ കൊണ്ട് ജയിക്കുന്നത് പോലെ നിനക്കൊരിക്കലും ക്രിസ്റ്റി പുലിക്കളത്തിന് മുൻപിൽ ജയിക്കാൻ സാധിക്കില്ല. അതിന് ഋഷിക ഒന്നും കൂടി ജനിക്കണം, കേട്ടോ മോളെ. കാർ എടുക്കുന്നതിനിടയിൽ അവൻ കണ്ണാടിയിൽ കൂടി പുറകിലേക്ക് നോക്കി അവളോട് പറഞ്ഞതും തിരിച്ചു മറുപടി ഒന്നും പറയാനാകാതെ അവൾ ഇരുന്നു. ചേട്ടായി, എന്തോ ആലോചനയോടെ ക്രിസ്റ്റിയുടെ റൂമിൽ കിടക്കുന്ന ചാർലിയെ നോക്കി റയാൻ വിളിച്ചു. ശേഷം അവൻ്റെ അടുത്തേക്ക് ചെന്നവൻ ഇരുന്നു. ചാർലി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ ചേട്ടായി ഇതൊക്കെ? ഇതൊന്നും ഇവിടെ പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. അവൻ സംശയത്തോട് ചോദിച്ചു. റയാൻ, എനിക്ക് ഭയമാടാ, പേടിയാടാ എനിക്ക്. ചാർലി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനോട് പറഞ്ഞു. എന്താ ചേട്ടായി? ചേട്ടായി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അങ്ങനെ പേടിക്കുന്നവനല്ല ചാർലി എന്നല്ലേ ചേട്ടായി എപ്പോഴും പറയുന്നത്? അപ്പോൾ ആ ചേട്ടായി തന്നെ ഇങ്ങനെ ഭയക്കുന്നത് എന്ത് കാര്യത്തിനാ? റയാൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. എനിക്ക് മറ്റൊന്നും അല്ല റയാൻ. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ചാർലി പേടിക്കില്ല. ഒന്നിനെയും ചാർലി ഭയക്കുന്നില്ല, ഒന്നൊഴിച്ച്. അവൻ പറഞ്ഞതും റയാൻ സംശയത്തോടെ അവനെ നോക്കി. എൻ്റെ പെണ്ണും കുഞ്ഞും, അവരെ നഷ്ടപ്പെടുന്നതാ ചാർലി ഈ ലോകത്ത് ഭയക്കുന്ന ഒരേ ഒരു കാര്യം. നിനക്കൊരു കാര്യം അറിയോ റയാൻ? ലോകത്ത് അവളെ സ്നേഹിച്ചതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല റയാൻ. നഷ്ടപ്പെടുമെന്ന് ഭയന്നിട്ടില്ല. ഈ നെഞ്ചിലൊരു മഴ പോലെ പെയ്തിറങ്ങിയവളാണവൾ, ശീതൾ. അത് പറയുമ്പോൾ ചാർലിയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ചേട്ടായി, അതിന് ചേട്ടായി ഇപ്പം എന്തിനാ പേടിക്കുന്നേ? ചേട്ടത്തി നമ്മുടെ ഇസുവും എവിടേക്ക് പോകാനാ? അവൻ സംശയത്തോട് ചോദിച്ചു. അറിയില്ലടാ, പക്ഷെ എത്രയൊക്കെ ഞാൻ അടുപ്പിക്കാൻ ശ്രമിച്ചാലും ഇസു, ബാക്കി പറയാതെ അവൻ നിർത്തി. ചേട്ടായി, റയാൻ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു.
എനിക്ക് എനിക്കങ്ങനെ ചിന്തിക്കുന്നത് പോലും ഇഷ്ടമല്ല റയാൻ. പക്ഷെ ഇന്ന് നീയും കണ്ടതല്ലേ അവനെ. എത്ര നാൾക്ക് ശേഷമാണ് അവനിന്ന് അവളുടെ മുൻപിൽ വന്നത്. ആ വരവ് അത് വെറും വരവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും അവൻ ഇല്ല. ചാർലിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ല അവളെ. അവൻ ദേഷ്യത്തോടെ റയാനെ നോക്കി മറുപടി പറഞ്ഞു. ചേട്ടായി കൂൾ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവനിപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുമല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിക്കായിരുന്നു. ഇതിപ്പോൾ അവൻ തന്നെയല്ലേ ചേട്ടത്തെയും ജനിക്ക് പോലും ചെയ്യാത്ത നമ്മുടെ ഇസ്മോളെയും നാട്ടുകാരുടെയും പള്ളിക്കാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച് തള്ളിപ്പറഞ്ഞത്. അവന് കുറച്ചെങ്കിലും നാണം ഉണ്ടെങ്കിൽ അവൻ അവരെ വേണമെന്ന് കരുതി വരുമോ ചേട്ടായി? എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ആ റിൻസിയോ, അവളുടെ വീട്ടുകാർ വെറുതെ ഇരിക്കുമോ? ചേട്ടായി വെറുതെ കടന്ന് ചിന്തിക്കുന്നതാ ഓരോന്നും. അങ്ങനൊന്നും ഉണ്ടാവില്ല. അവൻ പറഞ്ഞതും ചാർലി സംശയത്തോടെ അവനെ നോക്കി. അതെ ചേട്ടായി, അവൻ ഇനി ചേട്ടത്തിയുടെ ലൈഫിലേക്ക് വരില്ല. അഥവാ വന്നാ ചേട്ടത്തി എല്ലാം മറന്നു പോവോ അവൻ്റെ കൂടെ? എനിക്ക് തോന്നുന്നില്ല. ഒരു പെണ്ണിൻ്റെ മാനം വെച്ച് കളിച്ചവനെ ആ പെണ്ണ് വീണ്ടും സ്നേഹിക്കുമോ? അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടല്ലേ അവൻ ചതിച്ചിട്ട് പോയത്. അപ്പോൾ ഇനിയും ചേട്ടത്തി അവനെ വിശ്വസിക്കുമോ? അത്ര മണ്ടിയാണോ നമ്മുടെ ചേട്ടത്തി? റയാൻ അവനെ കൂളാക്കാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവളെന്ന് പറഞ്ഞതോ റയാൻ, അത് കേട്ടപ്പോഴാണ് ഞാൻ പേടിച്ചു പോയത്. അവൾ എന്നിൽ നിന്നും അകന്നു പോകുമോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങിയത്. ചേട്ടായി, അത് ചേട്ടത്തി ആ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ, അല്ലാതൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല. റയാൻ അവനോട് പറഞ്ഞതും അവനാണോ എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. അതെ ചേട്ടായി ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്, റൂമിൽ പോവാൻ നോക്ക്. ഏട്ടത്തി ഉറങ്ങിക്കാണില്ല. വിഷമിച്ച് കരഞ്ഞിട്ടാ റൂമിലേക്ക് പോയത്. ചേട്ടായി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ചേട്ടത്തി എന്തുമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ചേട്ടായിക്ക് അറിയോ? ചെല്ല്, പോയി പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് കിടന്നുറങ്ങാൻ നോക്ക്. റയാൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ക്രിസ്റ്റി, അവൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. കുപ്പിയാണെ പൊട്ടുകയും ചെയ്തു. അവൻ പറഞ്ഞു. അത് സാരമില്ല, നമുക്കിനി ഒരു ദിവസം കൂടാലോ. ചേട്ടായി അവളെ കൊണ്ടാക്കാൻ പോയതാ. രണ്ടും കൂടി ഇനി എന്താക്കുമോ എന്തോ. റയാൻ പറഞ്ഞതും ചാർലി ചിരിച്ചു കാണിച്ചു. അവൾക്ക് അവനെ ഒരു നോട്ടം ഉണ്ടല്ലേ? ചാർലി ചിരിയോട് ചോദിച്ചു. ഉണ്ടോന്നോ? അതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കക്ഷി ഇതുവരെ ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടില്ല. ചേട്ടായുടെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. റയാൻ എന്തോ ആലോചനയോടെ പറഞ്ഞു. അവൻ എന്നോടും ഇതുവരെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, നോക്കാം. ചാർലി അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റു. ചേട്ടായി ചെല്ല്, പോയി ചേട്ടത്തെ സമാധാനിപ്പിക്കാൻ നോക്ക്. നാളെ രണ്ടുപേരും ചിരിച്ചോണ്ട് വേണം ഇറങ്ങി വരാൻ. റയാൻ പോകുന്നതിന് മുൻപേ അവനെ ഓർമ്മിപ്പിച്ചിരുന്നു. ചാർലി മുറിയിൽ ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടി കണ്ണുകളടച്ച് കിടക്കുകയാണവൾ. ഉറങ്ങിയിട്ടില്ല. കാരണം കണ്ണുനീർ കവളിൽ കൂടി ഒഴുകുന്നുണ്ട്. മറു കൈകൊണ്ട് അവളത് തുടയ്ക്കുന്നുമുണ്ട്. അവൻ ഡോർ ലോക്ക് ചെയ്തതും ശബ്ദം കേട്ട അവൾ കണ്ണുകൾ തുറന്നു. ചാർലിയെ കണ്ടതും അവൾ പെട്ടെന്ന് മുഖമൊന്ന് തുടച്ചു. അവൻ തന്നെ മൈൻഡ് ചെയ്യില്ല എന്നാണ് അവൾ കരുതിയത്. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൾ കിടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് വന്നിരുന്നു. അവൻ അവിടെ വന്നിരിക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു. സോറി, അവൻ അവളുടെ കാലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പെട്ടെന്ന് ഞെട്ടി കാലുകൾ വലിച്ചെടുത്തു. എന്താ ജയയെ കാണിക്കുന്നേ? അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നിന്നെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറയരുതെന്ന്. പക്ഷേ ഇന്ന് ഞാൻ കാരണം നിൻ്റെ ഈ കണ്ണുകൾ നിറഞ്ഞു. ഐ ആം സോറി. അവൻ വീണ്ടും അവളോട് പറഞ്ഞതും അവൾ അവൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. ഞാനിവിടേക്ക് വന്നിട്ട് ഇത്ര വർഷമായി. ഒരിക്കൽ പോലും എൻ്റെയോ ഇസുവിൻ്റെയോ കണ്ണുകൾ നിറയാൻ ഇച്ചായൻ സമ്മതിച്ചിട്ടില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഇച്ചായൻ അങ്ങനെ എന്നോട് പെരുമാറിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിൽ ഞാനും തെറ്റുകാരിയാ. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. 5 മിനിറ്റ് മുമ്പേ വരെ നടന്ന കാര്യങ്ങളൊക്കെ നീ മറന്നേക്ക്. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നിന്നെയും കുഞ്ഞിനെയും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചു. അതാ പിന്നീട് ദേഷ്യമായിട്ട് എന്നിൽ നിന്നും പുറത്തു വന്നത്. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല, ഇച്ചാനൊക്കെ കഴിക്കുമ്പോൾ കഴിക്കാമെന്ന് മമ്മിയോട് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ എഴുന്നേറ്റ് വാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ക്രിസ്റ്റി വന്നില്ലല്ലോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് സാരമില്ല, അവന്മാർ രണ്ടുപേരും കൂടി കഴിച്ചോളും. നീ കഴിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക്. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ തന്നെ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇരുവരും കൂടി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിണക്കമൊക്കെ മാറിയോ? പെട്ടെന്ന് പുറകിൽ നിന്നും റയാന്റെ ശബ്ദം കേട്ടതും അവരൊന്ന് നിന്നു. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മാറി ദേ ഏട്ടത്തിയുടെ ചുണ്ടിൽ സൂര്യനുദിച്ചു. റയാൻ അവളെ കളിയാക്കി. എനിക്കിനി എന്നാണാവോ ഇതുപോലെ ഇണങ്ങാനും പിണങ്ങാനും ഒരു പെണ്ണിനെ കിട്ടുന്നത്? അവൻ കൈമലർത്തി കാണിച്ചുകൊണ്ട് ആരോടെന്നില്ലാതെ പറഞ്ഞു.
ഇപ്പം എൻ്റെ പൊന്നുമോൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്, നമുക്ക് പിന്നെ പ്രേമിക്കാം. ഷീതുവിനെ ചേർത്ത് പിടിച്ച് ചാർലി അത് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. അയ്യോ, അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ വർഷം ഏട്ടത്തിയെ PGക്ക് വിടാമെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നില്ലേ? ഇസുവിനെ ഈ വർഷം പ്ലേ സ്കൂളിൽ ചേർക്കുമല്ലോ, അപ്പം ഏട്ടത്തിക്ക് ഇനി അഡ്മിഷൻ നോക്കണ്ടേ? റയാൻ പറഞ്ഞു. നോക്കണം, ഞാനതൊക്കെ അന്വേഷിക്കാറുണ്ട്. അടുത്ത ആഴ്ച അഡ്മിഷൻ സ്റ്റാർട്ടാവുന്നത്, അപ്പോൾ ഇവളെ കോളേജിൽ ചേർക്കണം. ചാർലി പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവരുടെ രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കി. അവളെ PGക്ക് ചേർക്കുന്ന കാര്യം ഇതുവരെയും ആരും അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. മുൻപോട്ട് പഠിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവളത് ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല. എന്നാൽ തൻ്റെ മനസ്സ് മനസ്സിലായതുപോലെയായിരുന്നു ചാർലി ഓരോന്നും ചെയ്യുന്നതെന്ന് അവൾക്ക് തോന്നി. അവർ രണ്ടുപേരും അത് പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.